അപ്പോൾ മൈക്കിൽ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്ന് കോട്ടയം CMS കോളേജിലെ സുന്ദരികളും സുന്ദരന്മാരും സംസാരിക്കുകയാണ്. അതിലേക്ക് പൊളിറ്റിക്സ് തന്നെ സംസാരിക്കണം. കാരണം ഇപ്പം നമ്മുടെ സമകാലികമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവാതെ പോവുകയും സ്റ്റുഡൻസിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സിറ്റിസൺസ് ആക്ടിന്റെ ബില്ല്, അതല്ലാതെ ഇടയ്ക്ക് നമ്മുടെ ഒരുപാട് അമെന്റ്മെന്റ്സ് വന്നു. പിന്നെ ഫാമേഴ്സ് ഇഷ്യൂ, ഡൽഹിയിൽ കുട്ടികൾ ഇറങ്ങുന്ന പോലെ ഇന്ന് ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ ഇറങ്ങുന്നില്ല എന്നൊരു സംഭവം ഉണ്ട്. രാഷ്ട്രീയം വേണ്ട, അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നതായിട്ട് കാണുന്നത്. എന്താണ് ഇത് ആക്ച്വലി ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് നമുക്ക് കോളേജിലായാലും ക്യാമ്പസിലായാലും കുട്ടികൾക്ക് പൊളിറ്റിക്സ് എന്നത് ഒരു തെറ്റായ ധാരണയായിട്ട് മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ഒരു ചർച്ചാ വിഷയമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ അവരൊക്കെ എന്താണ് അവരൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആര് ജയിച്ചാലും നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ഒരാൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങള് വയനാട് മണ്ഡലമാണ്. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയാണ്. പിന്നെ പ്രശ്നമല്ല. ഞാൻ ആലത്തൂർ മണ്ഡലം, അവിടുത്തെ രമ്യ ഹരിദാസ് ജയിക്കും. ഞാൻ പാലക്കാട്, അവിടെ കുഴപ്പമില്ല, ശ്രീകണ്ഠൻ ജയിക്കുന്നതാണ് പ്രതീക്ഷ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഭരണത്തിൽ വരാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ന്യൂട്രലാണ്. ഇപ്പോഴത്തെ സർക്കാരിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത സർക്കാരിന്റെ വരുമ്പോ നോക്കാം. ഇല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. വോട്ട് ചെയ്യും, ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്ന ഒരാൾക്ക് അങ്ങ് ചെയ്യും. അപ്പൊ വികസനം അത് തന്നെ ഇപ്പോഴത്തെ ജനറേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനങ്ങൾ, താഴെത്തട്ടിലുള്ളവരെ മേലോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള വികസനങ്ങളൊക്കെ ഉണ്ടാവണം. വിദ്യാർത്ഥികളുടെ എല്ലാ തരം വികസനങ്ങളും നടത്തണം. ഓണസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് വരണം. കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് അവസാനം ഒന്നും ചെയ്യാതെ പോകുന്നൊരു കൂട്ടം ആൾക്കാർ വരരുത്. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി വികസനങ്ങൾ വരട്ടെ. രാഷ്ട്രീയ ചർച്ചകൾ നടക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അതിൽ ജനങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് ആൾക്ക് വോട്ട് ചെയ്യാം. അപ്പൊ ആള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ നിലനിർത്തി വോട്ട് ചെയ്യും. അത് റിലീജിയൻ വെച്ചാണല്ലോ വോട്ട് പിടിക്കുന്നത് കൂടുതൽ തന്നെ ആയിട്ട്. അത് തന്നെ മെയിൻ പ്രശ്നം. അത് മാറ്റി ഭാരതജോത യാത്രയും രാഹുൽ ഗാന്ധിയൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നോർത്ത് ഇന്ത്യ എടുത്ത് നോക്കി അവിടുത്തെ അവിടെ ഇപ്പോഴും എങ്ങനെ വിദ്യാഭ്യാസം കുറവായിട്ട് നടക്കും. എന്നിട്ടും വോട്ട് മൊത്തം വിജയം പരമായിട്ടില്ല പോകുന്നത്. ഈ പ്രാവശ്യം കാൻഡിഡേറ്റ്സിൽ പഴയ പോലെ തന്നെ യുവത്വത്തിന്റെ പ്രസൻസ് വളരെ കുറവാണ്. എന്നെയൊക്കെ സെക്യുലർ ആണെന്ന് പറഞ്ഞാലും മതേതരത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്.